ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തയാളെ ക്രൂരമായി മർദ്ദിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഞാൻ പറഞ്ഞു എനിക്ക് വരേണ്ട കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പിടിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ എന്നെ തല്ലാൻ വന്നു കഴിഞ്ഞ് ഞാൻ കൈയും കെട്ടി എന്നിട്ട് പറഞ്ഞു, എന്നാൽ നീ അടിച്ചു നോക്ക്, ബാക്കിയുള്ള ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഡൗട്ടുണ്ട് ബംഗാളിയാണോ അതോ മറ്റേ ഇവർ വന്നേക്കുന്നതാണോ എനിക്കറിയില്ല. അന്നേരത്തേക്ക് അവൾ വന്നിട്ട് എനിക്കിട്ട് അടിച്ച് ആ കൈക്ക് കയറി പിടിച്ച് അവിടെ നിന്ന് ഉന്തും തള്ളുമായി. അന്നേരത്തേക്ക് ഇവൻ പെണ്ണുമ്പിള്ള മുമ്പിൽ, ഇവൻ പുറകിൽ നിന്ന് അടിക്കി, ഇവൾ ഫ്രണ്ടിൽ നിന്ന് അടിക്കും. സമീപവാസികൾക്കൊക്കെ ഭയമാണ് ഇവരോട് എന്തെങ്കിലും എതിർത്ത് സംസാരിക്കാനെന്നും നമസ്കാരം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തയാളെ ക്രൂരമായി മർദ്ദിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എടത്തല ഗ്രാമപഞ്ചായത്തിൽ 11-ാം വാർഡിൽ താമസിക്കുന്ന വിൻസെൻ്റ് എന്നയാളെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം അനാശാസ്യ പ്രവർത്തനത്തിനെത്തിയ ഒരാളെ ഈ മുറിയിൽ ഇവർ പൂട്ടിയിട്ടതിനെ തുടർന്ന് വലിയ ബഹളമായി. ആ ബഹളം കേട്ടുകൊണ്ട് വിൻസെൻ്റ് അവിടെ ചെന്ന് നോക്കുകയായിരുന്നു. ആ സമയത്ത് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താനും വിൻസെൻ്റ് ശ്രമിച്ചു. ഇതാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. തുടർന്ന് വിൻസെൻറ്റിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വിൻസെൻറ്റിൻ്റെ ചെവിയിലും കയ്യിലും അതുപോലെ തന്നെ കഴുത്തിലും കാലിലുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം എടത്തല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് വിൻസെൻ്റ് വ്യക്തമാക്കും. സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുത്തനെ പിടിച്ചു വെച്ചു, ഇന്ത്യക്കാർ തന്നെ. എന്നിട്ട് ഞാൻ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നിട്ട് അനാശാസ്യ പ്രവർത്തനത്തിന് വന്ന ആളെ അത് തന്നെ. അന്നേരത്തേക്ക് ഇവർ പറയുന്നില്ല, ഇന്ത്യക്കാരായതുകൊണ്ട് അവർ പറയുന്നില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോഴത്തേക്ക് ആദ്യത്തെ റൂമിലുള്ളവർ നീ എൻ്റെ മൊബൈലിൽ പിടിച്ചില്ലേ, ഷൂട്ട് ചെയ്തില്ലേ, മൊബൈൽ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വരേണ്ട കാര്യമില്ല, പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പിടിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ എന്നെ തല്ലാൻ വന്നു കഴിഞ്ഞ് ഞാൻ കൈയും കെട്ടി എന്നിട്ട് പറഞ്ഞു, എന്നാൽ നീ അടിച്ചു നോക്ക്, ബാക്കിയുള്ള ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് രണ്ടാമത്തെ റൂമിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി വന്നു. അവന് എൻ്റെ ബ്രോക്കറാണ്. അവൻ ജോലിക്ക് പോകത്തില്ല, പെണ്ണുമ്പിള്ള വെളിയിൽ പോകുന്നുണ്ട്. എന്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇവൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ്. എന്നിട്ട് എല്ലാം ഈ ബംഗാളികളാണ്, എല്ലാം ബംഗാളികൾ. എനിക്ക് ഡൗട്ടുണ്ട് ബംഗാളിയാണോ അതോ മറ്റേ ഇവർ വന്നേക്കുന്നതാണോ എനിക്കറിയില്ല. പിന്നെ താങ്കളെ മർദ്ദിക്കുന്നത് എങ്ങനെ? അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൂമിൽ അവൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഉടക്കായി. പെണ്ണുമ്പിള്ളയാണ് ഏറ്റവും ചലിച്ചുകൊണ്ട് വന്നത്. ഞാൻ എന്നിട്ട് പറഞ്ഞു, നീ മിണ്ടണ്ട, ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കും, നീ മിണ്ടണ്ട. അന്നേരത്തേക്ക് അവൾ വന്നിട്ട് എനിക്കിട്ട് അടിച്ച് ആ കൈക്ക് കയറി പിടിച്ച് അവിടെ നിന്ന് ഉന്തും തള്ളുമായി. അന്നേരത്തേക്ക് ഇവൻ പെണ്ണുമ്പിള്ള മുമ്പിൽ, ഇവൻ പുറകിൽ നിന്ന് അടിക്കി, ഇവൾ ഫ്രണ്ടിൽ നിന്ന് അടിക്കും. എന്നിട്ട് ഉരുണ്ട് പെട്ടിച്ച് വീണവിടെ. ശരിക്കും അവരെന്നിട്ട് ചവിട്ടിക്കൂട്ടി എൻ്റെ പെടലും എല്ലാം കൂടെ പിടിച്ച് ഇതാക്കി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നേരത്തേക്ക് ഓണറും അടുത്തുള്ള റൂമുകാർ അപ്പുറം കുറച്ച് നല്ല പിള്ളേരുണ്ട്, അവരെല്ലാം കൂടെ ഓടി വന്ന് ഇതാക്കി. അത് കഴിഞ്ഞ് ഓണർ വന്നിട്ട് പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ പിറ്റേ ദിവസം ഇവരെ 3 പേരെ മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭാര്യ അന്നേരം വീട്ടിൽ പോയേക്കായിരുന്നു. അവളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി നേരെ പറയാം, നിങ്ങൾ മാറിക്കോളാം. ഞാൻ പറഞ്ഞു മാറിക്കോളാം, ഞങ്ങൾ റൂം നോക്കുന്നുണ്ട്, റൂം കിട്ടിയാൽ ഞങ്ങൾ മാറും. അത് അന്നേരത്തേക്ക് ഓണർ റൂം വെച്ചിട്ട് ഞാൻ ഈ കാലൊടിഞ്ഞ് കമ്പി ഇട്ടേക്കുവാണ്. അന്നേരം അതിന് വടിയുണ്ടായിരുന്നു, 3 വടി. അത് കൊടുത്തിട്ട് ഇവരെ ഞാൻ ചീത്ത വിളിച്ചു. അത് സത്യമാണ്, നമ്മൾ ഉള്ള സത്യം പറയണം. അത് കഴിഞ്ഞപ്പോൾ പെണ്ണുപിള്ളയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ENT എല്ലാം ഫുള്ള് ഇതാണ്. അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് 12 മണിയായി. പിന്നെ രാത്രി വന്ന് അന്നേരം അവിടെ നിന്ന് തന്നെ പോലീസ് കേസ് ചാർജ് ചെയ്ത് അങ്ങോട്ട് വിട്ടിരുന്നു, എടത്തല പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് പോയി പരാതി നൽകിയല്ലേ? പരാതി നൽകുന്നത് മൊഴിയെടുത്തല്ല. എന്നാലും വിൻസെൻ്റ് പറയുന്നത് ഇവിടെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തുന്നത്, ലഹരി പദാർത്ഥങ്ങളൊക്കെ വിൽപ്പനയും ഒക്കെയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ പലവട്ടം അത് ചോദ്യം ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം ഈ അനാശാസ്യ പ്രവർത്തനത്തിനെത്തിയ ഒരാളെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ റൂമിൽ തടഞ്ഞു വെക്കുകയും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്തു. അത് കണ്ട് അങ്ങോട്ടേക്ക് പോയതാണ്. ആ സമയത്താണ് അവർ ഇദ്ദേഹത്തെ മർദ്ദിച്ചത്. ഇതൊക്കെ ഇവർ വരുന്നതും പോകുന്നതുമൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഷൂട്ട് ചെയ്തത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടും മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ശരീരമാസകലം മുറിവുണ്ട് വിൻസെൻറ്റിന്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം എടത്തല പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉടമയോട് പലവട്ടം ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവരെ ഇവിടെ നിന്ന് മാറ്റാനോ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ സമീപവാസികൾക്കൊക്കെ ഭയമാണ് ഇവരോട് എന്തെങ്കിലും എതിർത്ത് സംസാരിക്കാനെന്നും പറയുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും അഭിഷേകത്തിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.